മാജിക് അവനിലേക്ക് സ്വാഗതം. നമ്മളുടെ വീടുകളിലെല്ലാം സാധാരണയായിട്ട് പണ്ടൊക്കെ 4 മണി പലഹാരം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമായിരുന്നു. കാരണം സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ കൊടുക്കാനായിട്ട് അമ്മമാർ എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങൾ ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ അതൊരു ഭയങ്കര എന്താ പറയുക, നമ്മളിങ്ങനെ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. സ്കൂളിൽ നിന്ന് വരുമ്പോൾ അമ്മ എന്താ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, നമുക്ക് സ്പെഷ്യലായിട്ട് 4 മണിക്ക് കഴിക്കാനുള്ള ഭക്ഷണം എന്തായിരിക്കും, അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടാണ് സ്കൂളിൽ നിന്ന് വരുന്നത് തന്നെ. പക്ഷേ ഇപ്പോൾ ആ സമ്പ്രദായം എത്രത്തോളം ഉണ്ടെന്നറിയില്ല. കാര്യം സ്കൂൾ ടൈമിംഗ് പോലും വളരെ വ്യത്യസ്തമാണ്. രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള സ്കൂൾ ടൈമിംഗ് ഉണ്ട്. പിന്നെ കുറച്ചുകൂടെ ലേറ്റായിട്ട് എന്തായാലും ഒരു 4 മണി വരെ ഒന്നും ഇരിക്കുന്ന ചില സ്കൂൾസിലേ ഉള്ളൂ. ബാക്കിയെല്ലാം കുറച്ച് നേരത്തെ വിടുന്ന രീതികൾ. എങ്കിലും കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് മധുര പലഹാരങ്ങളാണെങ്കിലും അല്ലെങ്കിൽ സ്നാക്സ് ഒക്കെ കൊടുക്കുന്ന അവർക്ക് ഇഷ്ടമാണ്. പിന്നെ വൈകുന്നേരങ്ങളിൽ വീട്ടിലെ മുതിർന്നവർക്കാണെങ്കിലും എന്താ പറയുക, ചായയുടെ കൂടെ ഒരു ചൂടോടുകൂടി ഒരു കടി എന്തെങ്കിലും കഴിക്കുന്നത് സന്തോഷമാണ്. അപ്പോൾ ഇത് കൂടുതലും വറുത്തെടുക്കുന്ന പലഹാരങ്ങളായിരിക്കും. അപ്പോൾ പഴയ രീതി അനുസരിച്ച് നമ്മൾ പലതരം വടകൾ, പരിപ്പ് വട, ഉഴുന്നുവട, പിന്നെ ബോണ്ട, പല ബജീസ്, ഇതൊക്കെ നമുക്കിഷ്ടമാണ്. ഇപ്പോഴും റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് കടകളുണ്ട് ചായയും കടികളും വിൽക്കുന്നത്. അതിന് ഭയങ്കര തിരക്കാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എപ്പോഴും ആളാണ്. അത് റോഡിൽ നിന്നാണ് കഴിക്കുന്നത്. ഇരിക്കാനുള്ള സ്ഥലം പോലും വേണമെന്നില്ല. ചായ കുടിക്കുന്നു, അതിനോടൊപ്പം എന്തെങ്കിലും ബജിയോ അല്ലെങ്കിൽ വടയോ ഒക്കെ കഴിക്കുന്ന ഒരു രീതി ഇപ്പോൾ എപ്പോഴും കാണാം. അപ്പോൾ പണ്ടൊക്കെ ഇത് തമിഴ്നാടിൻ്റെ പല പ്രദേശം, പ്രത്യേകിച്ച് പറഞ്ഞാൽ മധുരയിലോ തിരുനെൽവേലിയിലൊക്കെ പോകുമ്പോൾ കാണുന്നൊരു കാഴ്ച ഇപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്തൊക്കെ വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. എന്തായാലും അപ്പോൾ സ്നാക്സിന് ഇപ്പോൾ വലിയ പ്രാധാന്യമുണ്ട്. ഇടസമയങ്ങളിൽ കഴിക്കുന്ന ഭക്ഷണമാണ് സ്നാക്സ്. അപ്പോൾ വീട്ടിൽ തന്നെ നല്ല ശുദ്ധമായ എണ്ണയിൽ നമ്മൾ തന്നെ തയ്യാറാക്കി കഴിക്കുകയാണെങ്കിൽ അത് കൂടുതൽ നല്ലതായിരിക്കും, ആരോഗ്യത്തിന് നല്ല. കാര്യം എണ്ണ ഇങ്ങനെ റീഹീറ്റ് ചെയ്ത് പല പ്രാവശ്യം ഉണ്ടാക്കുന്ന എണ്ണയിൽ വീണ്ടും ഉണ്ടാക്കുന്നതാണ് പുറത്തുള്ള കടകളിൽ സാധാരണ കാണുന്നത്. അവർ കുറച്ചുകൂടെ ഇക്കണോമിക്കലി ആലോചിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതായത് ലാഭം കിട്ടണ്ടേ. അപ്പോൾ എണ്ണയൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കാൻ പറ്റുമോ, അതങ്ങനെ. പക്ഷേ വീട്ടിലാകുമ്പോൾ ആ പ്രശ്നമൊന്നുമില്ലല്ലോ. നമുക്കെപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള എണ്ണയിൽ തന്നെ പലഹാരങ്ങൾ തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഒരു കാര്യം മനസ്സിലായില്ല, എന്താണ്, നമ്മളൊരു സ്നാക്ക് ഐറ്റമാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്നാക്ക് ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരു വടയാണ്. പക്ഷേ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു, പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ, തട്ടിക്കൂട്ടാൻ പറ്റിയൊരു വടയാണ്. എന്നാൽ രുചിയുടെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല, മുന്നിൽ തന്നെയാണ്. ഇത് ബ്രെഡ് കൊണ്ടാണ് നമ്മൾ വട ഉണ്ടാക്കുന്നത്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്രെഡിൻ്റെ സ്ലൈസസ് 10 എണ്ണം, അരികുകളെല്ലാം മുറിച്ച് മാറ്റി കഷ്ണങ്ങളാക്കിയത്, അധികം പുളിയില്ലാത്ത തൈര് 1 കപ്പ്, അരിപ്പൊടി 1/2 കപ്പ്, ബോംബെ റവ 4 ടേബിൾ സ്പൂൺ, സവാള 1 എണ്ണം ചെറുതായി മുറിച്ചത്, പച്ചമുളക് 2 എണ്ണം ചെറുതായി നുറുക്കിയത്, ഇഞ്ചി ചെറുതായി നുറുക്കിയത് 1.5 ടേബിൾ സ്പൂൺ, സോഡാപ്പൊടി 1/4 ടീസ്പൂൺ, മല്ലിയില അരിഞ്ഞത് 1/4 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, എണ്ണ വറുക്കാൻ ആവശ്യമായത്, കറിവേപ്പില ആവശ്യത്തിന്. അപ്പം നമ്മൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ബ്രെഡ് വട തയ്യാറാക്കാം. അപ്പോൾ ബ്രെഡ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ വീടുകളിൽ എപ്പോഴും കാണുന്നൊരു സാധനമാണ് ബ്രെഡ്. ബ്രെഡിൻ്റെ ഒരു 10 സ്ലൈസസ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡ് അരികെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ട് നടുക്കുള്ള ഭാഗം അതൊന്ന് എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ആക്കണം. എന്നിട്ട് കുറച്ച് തൈര്, ഏതാണ്ട് 1 കപ്പോളം, വീട്ടിൽ ഉപയോഗിച്ച തൈരാണെങ്കിൽ കൂടുതൽ നല്ലത്, അധികം പുളിക്കാത്ത തൈര്, നന്നായിട്ടൊന്ന് ഇങ്ങനെ ഉടച്ചെടുക്കുക. സ്പൂൺ കൊണ്ട് ഉടയ്ക്കുക. ഇനി നമ്മൾ ഒരു കുഴിയുള്ള പാത്രത്തിലേക്ക് ബ്രെഡിൻ്റെ പീസസ്, അത് മുറിച്ചൊക്കെ ഇടാൻ വേണമെങ്കിൽ, എങ്ങനെ വേണമെങ്കിലും, വലിയ പീസായിട്ടോ ചെറിയ പീസായിട്ടോ ഒക്കെ ഇടാം. ഇങ്ങനെ ഇട്ടിട്ട് ഇതിലേക്ക് നമ്മൾ ഈ ഉടച്ചു വെച്ചിരിക്കുന്ന അധികം പുളിയില്ലാത്ത തൈര്, വലിയ പുളിയാകരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, തൈര് ഒഴിക്കാം. പിന്നെ ബ്രെഡിൻ്റെ മുകളിലേക്ക് തൈര് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 1-1.5 ടേബിൾ സ്പൂണോളം വെള്ളവും കൂടി ഇങ്ങനെ ആ പാത്രം ഒന്ന് കഴുകി അതും കൂടി ചേർക്കാം. ഇത്രയും മതിയാകും. അപ്പോൾ ഇതിനാവശ്യമുള്ള ഈർപ്പം, അപ്പോൾ ഈർപ്പം പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്താലും മതി, ഒരല്പം വെള്ളം കൂടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കും. ഇതിങ്ങനെ കുതിരാനായിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആ തൈരും ആ വെള്ളം മിശ്രിതം എത്തണം. വെള്ളം ഞാൻ പറഞ്ഞല്ലോ, തൈര് 1 കപ്പ് എടുക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ 1, 2, 3 ടേബിൾ സ്പൂൺ വെള്ളം, എത്രയാണ് വേണ്ടത് അത് യോജിപ്പിച്ച് കൊടുക്കുക. ഇതൊരു സൈഡിലിരിക്കട്ടെ. അപ്പോൾ ഞാനിതിനെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, ഇതിങ്ങനെ മാറ്റി ഒരു സൈഡിലേക്ക് വയ്ക്കാൻ പോകും. ഇനി വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ
സാധാരണ വടയ്ക്ക് ആവശ്യമുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. എന്തൊക്കെയാണ്? ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില മുതലായ കാര്യങ്ങൾ. അപ്പോൾ ഒരു 5 മിനിറ്റ് സമയം ഏകദേശം ആയി എന്ന് പറയാം. നമ്മുടെ ബ്രെഡ് ഇങ്ങനെ കുതിർന്ന് ഏതാണ്ട് മാവ് പോലെയായി. നോക്കൂ, ഇത് കണ്ടു കഴിഞ്ഞാൽ ഉഴുന്ന് വടയ്ക്ക് വേണ്ടി ഉഴുന്നരച്ചതുപോലെ ഉണ്ടല്ലേ? അത് തന്നെ. ഈ വട കഴിക്കുമ്പോഴും നമുക്ക് അങ്ങനെ തോന്നും, കാണുമ്പോഴും ഒക്കെ ഉഴുന്ന് വട പോലെ തന്നെ തോന്നിക്കും. അപ്പോൾ നമ്മുടെ ബ്രെഡ് നല്ല പേസ്റ്റ് രൂപത്തിലായി, നല്ല മാവ് കുഴച്ച മാതിരി ആയിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് പച്ചമുളക്, ഇതിപ്പോൾ ഞാൻ 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി 1.5 ടേബിൾ സ്പൂണോളം ഉണ്ട്. പിന്നെന്താ, കറിവേപ്പില. ഇത് ചെറിയ കറിവേപ്പിലയാണ്, അത് കാരണം ഇങ്ങനെ തന്നെ വേണമെങ്കിലും ഇടാം, അതല്ലെങ്കിൽ മുറിച്ചിടാം. കറിവേപ്പില, പിന്നെ സവാള ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ സവാള. ഈ കാര്യങ്ങളും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് യോജിപ്പിക്കാം. അതിനോടൊപ്പം കുറച്ച് മല്ലിയില അരിഞ്ഞത്. ഇതൊക്കെ ഓരോ ഇഷ്ടത്തിനാണ് നമ്മൾ ചേർക്കേണ്ടത്. എത്ര മല്ലിയിലയുടെ സ്വാദിഷ്ടമല്ലെങ്കിൽ ചേർക്കേണ്ട, അതില്ലാണ്ട് ചെയ്യാമല്ലോ. പിന്നെ ഇതിനോടൊപ്പം വേണമെങ്കിൽ നമുക്ക് ക്യാരറ്റ് ചെയ്ത് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തത് ഇടാം. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എന്തെങ്കിലും വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർക്കാം. അതല്ല ക്യാരറ്റ്, പിന്നെന്താ പറയുക, പാലക് ചീര ചെറുതായി അരിഞ്ഞ് നുറുക്കി ഇതിനകത്ത് ചേർക്കാം. പാലക്കിൻ്റെ ഇലയോ അല്ലാത്ത സാധാരണ ചീര ഇലയോ മുരിങ്ങ ഇലയോ ഇലവർഗ്ഗങ്ങളിൽ മത്തൻ ഇലയോ അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ചേർക്കാം. അപ്പോൾ വീണ്ടും കാര്യങ്ങളിങ്ങനെ ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി 2 കാര്യങ്ങൾ. ഒന്ന്, അരിപ്പൊടി. ഒരു 1/2 കപ്പോളം വറുക്കാത്ത അരിപ്പൊടിയാണ്. അരി നമ്മൾ പുട്ടിനൊക്കെ എടുക്കുന്ന മാവില്ലേ, പക്ഷെ വറുക്കുന്നതിന് മുമ്പുള്ള പച്ചമാവ്, അത് 1/2 കപ്പ്. ഇത് ഞാൻ അളന്ന് വെച്ചതാണ്. ഇനി അതിനകത്തേക്ക് ഒരു കാര്യം കൂടി, അതായത് ഒരു 4 ടേബിൾ സ്പൂൺ ബോംബെ റവ. നല്ല കരുകരുപ്പ് കിട്ടും. അരിപ്പൊടിയും ബോംബെ റവയും ഒക്കെ അതിന് കരുകരുപ്പ് കൂട്ടുന്ന കാര്യങ്ങളാണ്. പിന്നെ ഒരല്പം സോഡാപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, ഇത് ഞാൻ അളന്നതാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ആദ്യം കുറേശ്ശെ ചേർക്കാം, കുറച്ച് ചേർത്തിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെയും ചേർക്കാം. അപ്പോൾ ഉപ്പും ചേർത്തു. ഇതെല്ലാ കാര്യങ്ങളും ആയല്ലോ. ഇനി ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് യോജിപ്പിക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഈർപ്പം പോരാ എന്ന് തോന്നുകയാണെങ്കിൽ ഒരല്പം വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുക നോക്കിയിട്ട്. അപ്പോൾ എല്ലാ ചേരുവകളും കൂടി നന്നായിട്ട് യോജിപ്പിച്ചു. അപ്പോൾ ഞാനിപ്പോൾ കൈ കൊണ്ടൊന്നും അല്ല ചെയ്തിരിക്കുന്നത്, കംപ്ലീറ്റ് സ്പൂൺ കൊണ്ട് ചെയ്തു. ഇനി നമ്മളത് വടയുടെ ആകൃതിയിൽ തട്ടിയിടുമ്പോൾ കൈ കൊണ്ട് ഉരുട്ടിയെടുത്തിട്ട് കൈവെള്ളയിൽ വെച്ച് ഒന്ന് അമർത്തി വടയുടെ ഷേപ്പാക്കി ചൂടായി കിടക്കുന്ന എണ്ണയിലിട്ട് വറുത്ത് കോരണം. അപ്പോൾ നല്ലതായിട്ട് ഒന്നുകൂടെ ഒന്ന് യോജിപ്പിക്കാം ആ സമയത്ത്. അപ്പോൾ ഇതിപ്പോൾ സോഡാപ്പൊടിയൊക്കെ എല്ലാ ഭാഗത്തേക്കും ആകണം, എല്ലാ കാര്യങ്ങളും ഒരുപോലെ റെഡിയായി വരണം. ഇതിൽ ഈർപ്പമൊന്നും പ്രത്യേകിച്ച് ആവശ്യമില്ല. നോക്കൂ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നല്ലത്. അപ്പോൾ നമ്മൾ 1 കപ്പ് തൈരും ഒരു 1/4 കപ്പോളം വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. ഒരുപാട് ലൂസായാലും പിന്നെ വട ഷേപ്പ് ചെയ്യാൻ പാടായിരിക്കും. ഇത് കുഴപ്പമില്ല, ഇത് കറക്റ്റ് പാകമാണ്. ഇങ്ങനെ സ്പൂണിലെടുത്ത് ഇങ്ങനെ ഇട്ടാൽ ഇങ്ങനെ ഈ ഒരു പാകം. അപ്പോൾ ഇനി വേറൊന്നും ചെയ്യാനില്ല, ഇതൊരു സൈഡിൽ ഇരിക്കട്ടെ. ഇനി എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം. എണ്ണ എന്ന് പറഞ്ഞാൽ ഏതെണ്ണയാകാം, വെളിച്ചെണ്ണയാകാം, ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിലും ആകാം. അപ്പോൾ എണ്ണ ചൂടാക്കാം. അപ്പോൾ നമ്മളുടെ എണ്ണ നല്ല ചൂടായി കഴിഞ്ഞു. അപ്പോൾ ഇനി മാവിൽ നിന്നും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൈ ഒന്ന് നനയ്ക്കാം. കൈ വെള്ളയിൽ ഇച്ചിരി വെള്ളം തടവി മാവിൽ നിന്നും ഉരുളകൾ ഉരുട്ടിയെടുക്കാം. അപ്പോൾ സൈസൊക്കെ നമുക്ക് തീരുമാനിക്കാം, എത്ര വലിപ്പത്തിനുള്ള വടയാണ് വേണ്ടത്. ഒന്ന് ചെറുതായി പ്രസ് ചെയ്തിട്ട് നടുക്കൊരു ഹോളുണ്ടാക്കാം. ഒരു ഉഴുന്ന വടയുടെ മോഡലിൽ തന്നെ ഈ രീതിയിൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഉരുട്ടി ഷേപ്പ് ചെയ്തിടാം.
അപ്പോൾ ചൂട് കൂടുതലാണെങ്കിൽ ഇടയ്ക്കൊന്ന് ക്രമീകരിക്കണം. ഇപ്പോൾ നല്ല ചൂടായി കിടന്നപ്പോഴാണ് ഞാൻ വട ഇട്ട് തുടങ്ങിയത്. അപ്പോൾ ഇപ്പോൾ ആ ഒരു ചൂടിൽ നിൽക്കുകയാണ്. എന്നിട്ട് ഞാൻ തീ കുറച്ച് കൊടുത്തു. ഇനി നമുക്ക് ചെറിയ തീയിൽ നിന്ന് വീണ്ടും എൻ്റെ എന്താ പറയുക എണ്ണയുടെ ചൂട് കുറച്ച് കുറഞ്ഞു. അപ്പോൾ വീണ്ടും ഞാൻ തീ കൂട്ടി. വട കാണുന്നുണ്ടല്ലോ അല്ലേ? ഇതേ നമ്മുടെ ഉഴുന്നുവട പോലെ തന്നെ റെഡിയായി വരികയാണ്. ഇതിനി അതുപോലെ ഇതും ഇനി ഈ രണ്ടെണ്ണവും ഈ രീതിയിൽ തന്നെ തിരിച്ചും മറിച്ചും ഇട്ട് വറുത്ത് പോരാം. എന്തായാലും ഇതൊന്ന് റെഡിയായി വരട്ടെ. രണ്ട് സൈഡിലും മുരിഞ്ഞ് നല്ല കരികരിപ്പായിട്ട്. അപ്പോൾ അതൊരു വെയിറ്റ് ചെയ്യാം. ഒരു ഷാർട്ട് മാജിക്. അപ്പോൾ നമ്മളുടെ വട ഇങ്ങനെ മൂത്ത് തുടങ്ങി. മൂപ്പ് അനുസരിച്ച് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ആദ്യം ഇട്ടത് പെട്ടെന്ന് തന്നെ റെഡിയായി. അത് ആദ്യം എടുക്കാം. എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ വറുത്ത് പോരാം. അപ്പോൾ ചൂട് എന്ന് പറയുന്നത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണം. എണ്ണയുടെ ചൂട് ഏതാണ്ട് ഒരുപോലെ ഇരിക്കണം. അതിന് ഫ്ലെയിം ഇടയ്ക്ക് കൂട്ടുക, പിന്നെ ഇടയ്ക്ക് കുറയ്ക്കുക. ഒരുപാട് ചൂടായി തോന്നുമ്പോൾ ഒന്ന് കുറച്ച് കൊടുക്കുക. വട എടുത്തു. ഇനി രണ്ടാമത്തേത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതും ഉഴുന്നുവടയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ അല്ലേ? കാഴ്ചയിലൊക്കെ ഒരുപോലെ തന്നെയാണ്. സ്വാദിൻ്റെ കാര്യത്തിലും ഉഴുന്നുവടയുടെ കൂടെ മത്സരിക്കാൻ റെഡിയാണ്. അങ്ങനെ ആദ്യത്തെ 4 വടയും റെഡി. ഇനി നല്ല ചൂടായി കിടക്കുകയാണെങ്കിൽ എണ്ണ ഒന്ന് തീ കുറച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇതുപോലെ വട ഷേപ്പ് ചെയ്തിടുക. എന്നിട്ട് തീ കൂട്ടി കൊടുത്താൽ മതിയാകും. തീ കുറവാണെന്ന് തോന്നുമ്പോൾ കാര്യം വട ഇട്ട് കഴിയുമ്പോൾ പിന്നെ ആ ചൂട് പോരാൻ തോന്നും. ഇത് നല്ല കരികരിപ്പായിട്ട് കഴിക്കാൻ പാകത്തിന് റെഡി. ഒരു ചെറിയ ചൂടോടുകൂടി തന്നെ കഴിക്കണം. എന്തായാലും ഇതൊരു സൈഡിൽ ഇരിക്കട്ടെ. ഇനി ബാക്കിയിരിക്കുന്ന മാവും ഇതുപോലെ തന്നെ എണ്ണ നല്ല ചൂടായിക്കൊണ്ടിരിക്കുന്നു. തീ കുറയ്ക്കുന്നു. എന്നിട്ട് ഇതേപോലെ ഞാൻ വീണ്ടും വട ഷേപ്പ് ചെയ്തിട്ട് ഉണ്ടാക്കിയത്. ഏകദേശം ഒരു 10-15 വട ഇതിൽ നിന്നും തയ്യാറാക്കാൻ സാധിക്കും. അങ്ങനെ നമ്മളുടെ വട എല്ലാം തന്നെ ചുട്ട് കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ അളവിൽ നിന്നും ഒരു 15 വടകൾ തയ്യാറാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ബ്രെഡ് വടയാണെന്ന് കണ്ടാൽ പറയുകയില്ല. ഉഴുന്ന് വട പോലെ തന്നെ ഇരിക്കും. പിന്നെ സ്വാദും വളരെ ടേസ്റ്റിയാണ്. ഇതിങ്ങനെ തന്നെ കഴിക്കാം. വേണമെന്നുണ്ടെങ്കിൽ ചമ്മന്തി കൂട്ടി കഴിക്കാം, അതല്ലെങ്കിൽ ഒരു സോസ് കൂട്ടി കഴിക്കാം. ഇതിന് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. വേണമെങ്കിൽ ഒരു കെച്ചപ്പോ അല്ലെങ്കിൽ ഒരു ചില്ലി സോസോ അതിൻ്റെ ഒരു കോമ്പിനേഷനിൽ കഴിക്കാം. നല്ല വെള്ളക്കട്ട ചമ്മന്തിയുടെ കൂടെ കഴിക്കാം. അപ്പോൾ എന്താണെങ്കിലും നല്ല ചൂടായിട്ട് കറുമുറ കഴിക്കാൻ പറ്റിയൊരു കാര്യമാണ്. നല്ല ചെറിയൊരു ക്രിസ്പിനെസ് ഉണ്ടാവും. കരികരിപ്പ് നല്ല ടേസ്റ്റാണ്. ഒരു ലേശം എന്താ പറയുക, ഒരു ചെറിയൊരു മധുരം എവിടെയോ ഉള്ളതുപോലെ തോന്നും. മധുരമല്ല, പക്ഷേ എന്തോ അതിനൊരു സുഖമുണ്ടല്ലോ, അങ്ങനത്തെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇതൊരു 4 മണി പലഹാരമാക്കാം, അല്ലെങ്കിൽ ഒരു 11 മണി പലഹാരമാക്കാം. എന്തായാലും ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയതാണ്. കുട്ടികൾക്കും വളരെ വളരെ ഇഷ്ടമാവും. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കും. ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു മധുരമാണ്. ഇതൊരു തണുപ്പിച്ച് കഴിക്കാൻ പറ്റിയൊരു മധുരം. ഒരു പായസം പോലെയാണോ എന്ന് ചോദിച്ചാൽ അല്ല, പുഡിങ്ങാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. ഇതൊരു വ്യത്യസ്തമായൊരു കസ്റ്റേർഡാണ്. അപ്പോൾ ഇതിൻ്റെ പേര് വെർമിസെലി കസ്റ്റേർഡ് എന്നോ അല്ലെങ്കിൽ കസ്റ്റേർഡ് വെർമിസെലിന്നോ എങ്ങനെ വേണമെങ്കിലും വിളിക്കാം. അപ്പോൾ ഇത് സ്വാദിൻ്റെ കാര്യത്തിൽ നമ്പർ 1 ആയിരിക്കും. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ കസ്റ്റേർഡ് വെർമിസെലി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വെർമിസെലി അഥവാ സേമിയ 1.5 കപ്പ്, വെള്ളം, സേമിയ വേവിക്കാൻ ആവശ്യമുള്ളത്, കസ്റ്റേർഡ് പൗഡർ 2 ടേബിൾ സ്പൂൺ, പഞ്ചസാര 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ ആകാം, പാല് 1/2 ലിറ്റർ, 3/4 ടീസ്പൂൺ വാനില എസൻസ്, കണ്ടൻസ്ഡ് മിൽക്ക് 1/2 ടിൻ, ഫ്രഷ് ക്രീം 1/2 കപ്പ്, പിന്നെ ചെറുതായി നുറുക്കിയ അത്തിപ്പഴം അഥവാ ഫിക്സ് 1/4 കപ്പ്, ഡേറ്റ്സ് ചെറുതായി നുറുക്കിയത് 1/4 കപ്പ്, പിസ്ത ചെറുതായി നുറുക്കിയത് 1/4 കപ്പ്, അണ്ടിപ്പരിപ്പ് ചെറുതായി നുറുക്കിയത് 1/4 കപ്പ്. അപ്പോൾ നമുക്കിനി നമ്മുടെ കസ്റ്റേർഡ് വെർമിസെലി തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ വെർമിസെലി ഇപ്പോൾ റെഡിമെയ്ഡായിട്ട് ഇങ്ങനെ ഫ്രൈഡ് വെർമിസെലി കിട്ടും. അപ്പോൾ സേമിയ, അപ്പോൾ അതുകൊണ്ട് എളുപ്പമാണ്, ഒന്നുകൂടി ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി പ്രധാനമായിട്ട് ആദ്യം നമ്മൾ ഈ ഒരു സേമിയ വേവിച്ചെടുക്കണം. അപ്പോൾ വേകാൻ ആവശ്യമുള്ള വെള്ളം 1.5 കപ്പ് സേമിയാണുള്ളത്. അപ്പോൾ വേകാൻ ആവശ്യമായിട്ട് വെള്ളം ഒഴിക്കുക. എന്നിട്ട് അടുപ്പ് കത്തിച്ചു കൊടുക്കുക. ഇനി നന്നായിട്ട് വെള്ളം തിളച്ച് തുടങ്ങുമ്പോൾ സേമിയ അതിലിട്ട് പാകത്തിന് വേവിക്കണം. വെന്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ. അപ്പോൾ ഇത് ഭയങ്കര എളുപ്പമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യം ചെയ്യാം. നമ്മൾ ഇതൊരു കസ്റ്റേർഡ് വെർമിസെലി അല്ലേ, അപ്പോൾ അതുകൊണ്ട് കസ്റ്റേർഡ് കുറച്ചൊന്ന് യോജിപ്പിച്ച് വയ്ക്കാം. കസ്റ്റേർഡ് എന്ന് പറഞ്ഞാൽ കസ്റ്റേർഡ് പൗഡർ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ
കസ്റ്റേർഡ് പൗഡർ. ഇത് പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നതാണ്, പല കമ്പനീസും ഇറക്കുന്നുണ്ട്. ഇത് വാനില ഫ്ലേവർഡ് ആയിട്ടുള്ള കസ്റ്റേർഡ് പൗഡർ. അതിലേക്ക് 1/2 ലിറ്റർ പാലിൽ നിന്നും കുറച്ച് ഒരു 1/4 കപ്പ് അല്ലെങ്കിൽ ഒരു 1/2 കപ്പ് വരെ പാലെടുക്കാം. ഒരു യെല്ലോ കളറാണ്, വാനിലയുടെ ആകുമ്പോൾ ഒരു മഞ്ഞ നിറത്തിലെ വാനില ഫ്ലേവേർഡ് കസ്റ്റേർഡ് പൗഡർ യെല്ലോ കളറാണ്. ഇപ്പോൾ സ്ട്രോബെറി ഫ്ലേവേർഡ് ആണെങ്കിൽ ഒരു പിങ്ക് കളറായിരിക്കും. ഇത് നമ്മൾ കട്ടയിലാണ്ട് ഇളക്കി വെക്കണം. ചൂട് പാലിങ്ങനെ ഒഴിച്ചാൽ കട്ട പിടിക്കും, പക്ഷേ തണുത്ത പാലാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇതിങ്ങനെ റെഡിയാക്കി വെക്കുന്നു. ഇനി ബാക്കിയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇനിയുള്ളത് നമ്മളുടെ പാലിൻ്റെ ബാക്കിയാണ്. ബാക്കിയിരിക്കുന്ന പാലിൻ്റെ കൂടെ യോജിപ്പിക്കാം. അപ്പോൾ കസ്റ്റേർഡ് കലക്കിയ പാലായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ നമ്മളുടെ വെള്ളം തിളച്ച് തുടങ്ങാൻ പോകുന്നു. അപ്പോൾ ഏതാണ്ട് തിളയ്ക്കാറായി. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈഡ് വേർമിസെലി അല്ലെങ്കിൽ സേമിയ 1.5 കപ്പ് ഞാൻ അളന്ന് വെച്ചതാണ്. ഇനി ഇത് വേകാൻ ആവശ്യമുള്ള സമയം അത്ര മതി. ഇത് നന്നായിട്ടൊന്ന് വേകട്ടെ. വെന്ത് കഴിഞ്ഞിട്ടാണ് ബാക്കി. അപ്പോൾ ഇവിടെ കസ്റ്റേർഡ് കലക്കിയ പാല് റെഡിയാണ്. പിന്നെ കുറച്ച് പഞ്ചസാരയുണ്ട്. 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ ആകാം. ഞാൻ 1/2 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ആവശ്യാനുസരണം. ഇപ്പോൾ നമ്മളുടെ സേമിയ അഥവാ വെർമിസെലി നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല പാകത്തിന് വെന്ത് കുറച്ച് ചാറ് പോലെ വെള്ളം കുറച്ച് ബാക്കിയുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റേർഡ് പാലിൽ കലക്കി വെച്ചിട്ടുണ്ടല്ലോ കസ്റ്റേർഡ്, ഇത് കസ്റ്റേർഡ് പാലാണ്. ഇതൊഴിക്കാൻ പോകുന്നത്. ഇതൊഴിച്ച് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് കുറുകി വരും. തിളച്ചുകൊണ്ടിരിക്കുന്ന ഇതിനകത്തേക്ക് ഒഴിക്കാം വെർമിസെലി മിക്സ്. എന്നിട്ട് കൈയെടുക്കാതെ ഇളക്കണം. ഇത് ഇനി പാലും ഒന്ന് തിളയ്ക്കണം. കസ്റ്റേർഡ് അപ്പോൾ കുറുകി തുടങ്ങും. അപ്പോൾ ഒരു കുറുകിയ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് മാറും. അപ്പോൾ കസ്റ്റേർഡ് ഇങ്ങനെ കുറുകാൻ തുടങ്ങുന്നതേ നോക്കൂ. അപ്പോൾ കുറുകി തുടങ്ങുന്നു. ഇനി കുറച്ച് പഞ്ചസാര ചേർക്കാം. കംപ്ലീറ്റ് പഞ്ചസാര, ഞാൻ 1/2 കപ്പ് പഞ്ചസാരയും ചേർത്തു. തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ കുറുകി വരുന്നു എന്നുള്ളതാണ് കസ്റ്റേർഡ്. ഇനി ഇതിലേക്ക് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് കണ്ടോ, അത് കുറുകി വരുന്നുണ്ടോ. ഇനി കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. ഇത് 1/2 ടിൻ കണ്ടൻസ്ഡ് മിൽക്കാണ്. അപ്പോൾ നമ്മളുടെ കണ്ടൻസ്ഡ് മിൽക്ക് 1/2 ടിന്നും ഒഴിച്ച് കഴിഞ്ഞ് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ വീണ്ടും നമ്മളുടെ കസ്റ്റേർഡ് വെർമിസെലി റിച്ച് ആയി കഴിഞ്ഞു. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. വീണ്ടും തിള വരട്ടെ. ഇനി വലിയ തിളയുടെ ആവശ്യമൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ. അപ്പം നമ്മളുടെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് കിടക്കുകയാണ്. കസ്റ്റേർഡ് വെർമിസെലി ഏതാണ്ട് റെഡിയായി കണ്ടില്ലേ, ഈ രീതിയിലായി. ഇനി തീ ഓഫ് ചെയ്യാം. എന്നിട്ട് തീ ഓഫ് ചെയ്ത് കഴിഞ്ഞു. ഇതിലേക്ക് നമ്മൾ ഫ്രഷ് ക്രീം 1/2 കപ്പ്, അതും 1/2 കപ്പ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടാവുന്ന. ഇതും കൂടി, ഇത് കമ്പൽസറി ഒന്നുമല്ല, പക്ഷേ ഇതും കൂടി എല്ലാം ഒഴിച്ചാൽ കുറച്ചുകൂടി നല്ലൊരു റിച്ച്നെസ് കിട്ടും. നല്ല തിക്ക് ക്രീം, ഫ്രഷ് ക്രീം. ഇത് വിപ്പിംഗ് ക്രീം അല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഫ്രഷ് ക്രീം കറീസിലൊക്കെ ഒഴിക്കുന്നതാണ് ഫ്രഷ് ക്രീം. നന്നായിട്ട് യോജിപ്പിക്കും. അപ്പോൾ കുറച്ചുകൂടി ലൈറ്ററായി കളർ കണ്ടില്ലേ, കുറച്ചുകൂടി ലൈറ്റ് യെല്ലോ ആയിട്ട് മാറി, നല്ല റിച്ചായി. ഇനി കുറച്ച് വാനില എസൻസ്. ഇത് വാനില ഫ്ലേവേർഡ് ആണല്ലോ. അപ്പോൾ ഒരു 1/2 ടീസ്പൂണോ അല്ലെങ്കിൽ 3/4 ടീസ്പൂൺ വാനില എസൻസ്. എൻ്റെ കയ്യിൽ ക്ലിയർ വാനില എസൻസ് ആണ്, അതാണ് ആ കളർ, ലൈറ്റ് കളറാണ്. ഇനിയാണ് പ്രധാനപ്പെട്ട ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ്. നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ്. ഇതിൽ നമ്മളുടെ ഓപ്ഷനാണ്, എന്ത് വേണമെങ്കിലും ആകാമല്ലോ. അപ്പോൾ ഇതിലാദ്യം കുറച്ച് അത്തിപ്പഴം ധാരാളമായിട്ട് ചേർക്കുകയാണ് ഞാൻ. 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ ആകാം. ഇതെല്ലാം ആരോഗ്യത്തിന് നല്ലതല്ലേ. പിന്നെ കുറച്ച് ഡേറ്റ്സ്.
ഇനി ധാരാളം അണ്ടിപ്പരിപ്പ്, ഇനി കുറച്ച് എന്താണ് നമ്മളുടെ പിസ്ത ചെറുതായി അരിഞ്ഞ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്തു. ഇനി വീണ്ടും ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ചൂടിൽ കിടന്നിട്ട് കുറച്ചുകൂടി സോഫ്റ്റ് ആകും. ഡേറ്റ്സും അത്തിപ്പഴമായ ഫിക്സും എല്ലാം ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആകും. അപ്പോൾ കഴിക്കുന്ന സമയത്ത് ഇതെല്ലാം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ കിട്ടും. സത്യം പറഞ്ഞാൽ ഇത് നോമ്പ് സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. എല്ലാ അത്യാവശ്യ കാര്യങ്ങളും ഉണ്ടല്ലോ, റിച്ചാണ് കാര്യം. ഇനി വേറൊന്നും ചെയ്യാനില്ല, സംഗതി റെഡിയാണ്. അപ്പോൾ നമ്മളുടെ കസ്റ്റേർഡ് വേർമിസിലി റെഡിയാണ്. ഇത് കഴിക്കേണ്ടത് തണുപ്പിച്ച് കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതൊന്ന് കൂളായി കഴിഞ്ഞാൽ റൂം ടെമ്പറേച്ചറിലേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് നല്ല പാത്രത്തിലാക്കി അടച്ചങ്ങ് വയ്ക്കുക. ഏതെങ്കിലും അതിഥികൾ വന്നിരിക്കുമ്പോൾ ചെറിയ ബൗളിലാക്കി കൊണ്ട് കൊടുക്കുക. നമ്മൾ പുഡിംഗ് എല്ലാം സെർവ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ പായസം കൊടുക്കുന്ന പോലെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്വാദോടു കൂടി ഇഷ്ടപ്പെട്ട് കഴിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി ഒരുപാട് കട്ടിയായി ഇരുന്നിരുന്ന് കുറേ കൂടി കട്ടിയായി പോകുന്നുണ്ടെങ്കിൽ കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി, ഒന്ന് ലൂസൻ ചെയ്യാനായിട്ട്. അത് നോക്കിയിട്ട് ചെയ്യാം. പിന്നെ മധുരമൊക്കെ ക്രമീകരിക്കുക, ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. പിന്നെ ഇതിൽ ഒരു പ്രധാന കാര്യമുണ്ട്. അവസാനം ഒരു ചെറിയ നുള്ള് ഉപ്പും കൂടി ചേർക്കുന്നത് ഈ വിഭവത്തിൻ്റെ സ്വാദ് കൂട്ടും. ഒരു നുള്ള് ഉപ്പ് മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. കാര്യം ഇത് മധുരമുള്ള കാര്യമല്ലേ. പക്ഷേ ഇതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഇതിനൊക്കെ ഒരു അല്പം ഉപ്പ് നല്ലതാണ്. ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു നുള്ള് ഉപ്പ്. അപ്പോൾ നമ്മുടെ കസ്റ്റേർഡ് വെർമിസിലി റെഡി. അങ്ങനെ നല്ല സ്വാദിഷ്ടമായ കസ്റ്റേർഡ് വെർമിസിലി ഇവിടെ റെഡിയാണ്. വാനില കസ്റ്റേർഡ് വെർമിസിലി. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു പാൽപ്പായസം, നമ്മൾ വെർമിസിലി സേമിയ പായസം ചെയ്ത പോലെ തോന്നുമില്ലേ? പക്ഷേ ഇങ്ങനെയല്ല, ഇത് സേമിയ പായസമല്ല. പിന്നെ ഇത് തണുപ്പിച്ചാണ് കഴിക്കേണ്ടത്. ഇതിപ്പോൾ ഞാനൊരു നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് സെർവ് ചെയ്യേണ്ടതെന്ന് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. ഇങ്ങനെ നിറച്ച് മേളിൽ ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ഗംഭീരമായിരിക്കും. അകത്തിടുന്നത് കുറച്ചിട്ടിട്ട് കുറച്ച് മാറ്റി വയ്ക്കുക. അപ്പോൾ സെർവിങ് ടൈമിൽ മേളിൽ കുറച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മളുടെ പ്രോഡക്റ്റ് ഒരു പാത്രത്തിലാക്കി റൂം ടെമ്പറേച്ചറായി കഴിയുമ്പോൾ ഇതൊരു ക്ലീൻ ഫിലിം കൊണ്ട് അടച്ച് ഫ്രിഡ്ജിൽ വയ്ക്കുക. അപ്പോൾ നല്ലതായിട്ട് തണുത്തിരിക്കും. അപ്പോൾ ആവശ്യാനുസരണം ഇപ്പോൾ അതിഥികൾക്കും കൊടുക്കാം, വീട്ടുകാർക്കും കഴിക്കാം. ഇങ്ങനെ ബൗളിലെടുക്കുക, കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സൊക്കെ അതിൻ്റെ മേളിലിടുക, നല്ല സുഖമായിട്ട് കഴിക്കാം. അപ്പോൾ ഒരു ഫെലൂഡയൊക്കെ കഴിക്കുന്നതിൻ്റെ ഒരു ഇഫക്റ്റ് കിട്ടും. എന്തായാലും പരീക്ഷിച്ച് നോക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. രണ്ടും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ലളിതമായ വിഭവങ്ങളാണ്. ആദ്യം കാണിച്ചതാണെങ്കിലും നല്ല ഉഴുന്നുവട പോലെ നമുക്ക് തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ എളുപ്പത്തിലുള്ളൊരു വടയാണ് ബ്രെഡ് വട. ഉഴുന്നുവട അരയ്ക്കണ പോലെ അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, എന്ത് എളുപ്പമല്ലേ. പിന്നെ രണ്ടാമത് കാണിച്ചാണെങ്കിലും ഈസി ആയിട്ട് നമുക്കൊരു പായസം ഉണ്ടാക്കുന്ന ലാഘവത്തോടു കൂടി തന്നെ ഈ ഒരു കസ്റ്റേർഡ് വെർമിസിലി തയ്യാറാക്കാൻ സാധിക്കും. അപ്പോൾ 2 വിഭവങ്ങളും പരീക്ഷിക്കും.